വടകര മണ്ഡലത്തിലെ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊപ്പം ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയുണ്ട്. മികച്ച പോളിംഗ് ആണ് എല്ലായിടത്തും, വലിയ നിര തന്നെ ആളുകൾ നിരയുണ്ട്. അതിനനുസരിച്ച് പോളിംഗ് സ്പീഡ് ആവുന്നില്ല. പല സ്ഥലങ്ങളിലും മെഷീന്റെ ബീപ്പ് സൗണ്ട് വരാൻ വൈകുന്നു. ഇപ്പൊ ഇവിടെ ഒരു ബൂത്തിൽ 2 മണിക്കൂറോളം മെഷീൻ പണി മുടക്കി. ഇപ്പൊ അത് റീപ്ലേസ് ചെയ്തു. അവിടെ 30% താഴെയാണ്. അപ്പം ക്യൂവിലുള്ള ആളുകൾക്കനുസരിച്ചിട്ടുള്ള പോളിംഗ് പെർസെന്റേജ് കാണുന്നില്ല. കാരണം അവർ പറയുന്നത് പലരും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് ഒക്കെ വരാൻ സമയമെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സ്പീഡ് ആക്കണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ കണ്ട് പറയുന്നുണ്ട്. വല്ലാതെ സ്ലോ ആവുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് അതിന്റെ മേലെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൂട്ടി നൽകേണ്ട വരും അങ്ങനെ വന്നാലും. അതുവേണ്ടി ആൾക്കാർ ഇത്ര നേരം നിന്നിട്ട് വോട്ട് ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് നിന്ന് 11 മണിക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കര പ്രയാസം. ശരിക്കും അത്രയും വരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. സ്പീഡപ്പ് ആക്കാൻ ഇലക്ഷൻ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഇടപെടണം. അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ എല്ലായിടത്തും ഒരേപോലൊക്കെ പോകുന്നുണ്ടല്ലേ? ശരാശരി അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം വരിയിൽ വന്ന് നിന്ന ആളുകളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പോരാന്നുള്ളതാണ് പോളിംഗ് പെർസെന്റേജ്. ആളുകൾ കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രയാസമാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിനം തന്നെ പല വെളിപ്പെടുത്തലുകളും പല കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ശിവനും പാപവും ജയരാജന്റെ എന്നൊക്കെ പറഞ്ഞ അല്ല, അത് പിന്നെ EP ആണ് മറുപടി പറയേണ്ടത്. അങ്ങനത്തെ കൂട്ടുകെട്ടിന് EP പ്രചോദനമായത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണോ എന്ന് മറുപടി പറയേണ്ടത് EP ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊക്കെ ഒരു നെക്സസ് ഉള്ള പോലെയാണല്ലോ പല കാര്യങ്ങളും തോന്നുന്നത്. അപ്പൊ അതെങ്ങാനും EP പ്രചോദനമായിട്ടുണ്ടോന്ന് അറിഞ്ഞൂടല്ലോ. അതെന്താണ് ഇന്നലെയും ഇന്നും ഒക്കെയാണ് ഈ ചർച്ചകൾ കൂടുതൽ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ BJP-യിലേക്ക് പോകുന്നു അല്ലെങ്കിൽ BJP ആയിട്ട് ക്ലോസ് ആവുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള ആൾക്കാരല്ല ഞങ്ങൾ. അപ്പം പിന്നെ അത് പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ട് സന്തോഷിക്കാനല്ല തോന്നുന്നത്. അങ്ങനത്തെ ചർച്ചകളും അങ്ങനത്തെ നീക്കങ്ങളും ഉണ്ടാവരുത് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നേരെ മറിച്ച് കോൺഗ്രസ് ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ സെലിബ്രേഷൻ തുടങ്ങി. ഇന്നത്തെ ഇലക്ഷൻ അജണ്ട അതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ BJP-ക്ക് ആള് പോവരുതെന്നാണ് പറയുന്നത്. ഈ ഓപ്പൺ വോട്ടുകളും ഈ പലർക്കും പാസ്പോർട്ട് കിട്ടാത്ത അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോ ചീഫ് ഏജന്റായ DCC പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ഒബ്സർവറെയും മറ്റു ആൾക്കാരെയും അതിന്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. UDF കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായി തന്നെ നല്ല റെസ്പോൺസ് തന്നെയാണ്. ഇപ്പം ഇന്നലത്തെ അടവും ചീറ്റിപ്പോയായിരുന്നല്ലോ. ആ സ്ക്രീൻഷോട്ടും ഫേക്ക് ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് വ്യാജമായ അത്തരം നിർമ്മിതികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. അവരുടെ ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പരാതി കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ കെട്ടിവെക്കുക, അവരെന്നെ ഉണ്ടാക്കിയിട്ട്. അതൊക്കെ ഇപ്പം വടകരയിൽ ജനങ്ങൾ മൊത്തത്തിൽ തിരിച്ചറിഞ്ഞു. അപ്പൊ എനിക്ക് അത്തരം കാര്യങ്ങൾ ഇലക്ഷൻ ആശങ്കകളില്ല. പക്ഷെ ആ പോസ്റ്റിൽ പറയുന്ന പോലെ നാട്ടിൽ ഈ വർഗീയ പ്രചരണം അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നാടൊരുമിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ക്യാമ്പയിൻ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ, അതിന്റെ പേരിൽ ഒരിക്കലും ധ്രുവീകരിക്കപ്പെട്ടിട്ടില്ല വടകരയുടെ രാഷ്ട്രീയ ബോധവും വടകരയുടെ കോമൺ സെൻസും അതിന് നിന്നു കൊടുക്കില്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ ആശങ്കകളല്ല. അത് കഴിഞ്ഞാലും അത്തരം ശ്രമങ്ങൾക്കെതിരെ നാട്ടിൽ നടക്കേണ്ട ഒരു ഏകീകരണം, സിവിൽ സൊസൈറ്റിയുടെ ഒരു ഏകീകരണം ആവശ്യപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് UDF ആയിട്ട് ആലോചിച്ചിട്ട് പറയും. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രശ്നങ്ങൾ വിടുന്നില്ല. വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ പലയിടത്തായി നടക്കുന്നു. അതിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നു. പക്ഷേ ആളുകൾ ബൂത്തുകളിൽ എത്തുന്നതിന് പര്യാപ്തമാം വിധമുള്ള വേഗത പോളിംഗിനില്ല എന്ന പരാതിയും സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നു.